ശാന്തി. ജീവിതത്തിൽ എല്ലാം മാറ്റിമറിക്കാനായിട്ട് നമ്മുടെ മനോഭാവത്തിനെ, കാഴ്ചപ്പാടിനെ മാറ്റിയാൽ മാത്രം മതിയാവും. പലപ്പോഴും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പിന്നിൽ മുഖ്യമായിരിക്കുന്ന വില്ലൻ മറ്റാരും തന്നെയല്ല, നമ്മുടെ ഉള്ളിലുള്ള ചിന്താധാര, നമ്മുടെ മനോഭാവം, നമ്മുടെ കാഴ്ചപ്പാട് തന്നെയാണ്. ഇന്ന് ഒരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. 1983 ഇന്ത്യ ആദ്യമായിട്ട് വേൾഡ് കപ്പ് സ്വന്താക്കിയ സമയത്ത് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ളതായിട്ടുള്ള കളി നടക്കുന്നതിലിടയ്ക്കാണ് ഇന്ത്യക്ക് നമ്മുടെ ആദ്യത്തെ വേൾഡ് കപ്പ് കിട്ടുന്നത്. ഭാരതം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. വെസ്റ്റ് ഇൻഡീസിന് ഒരിക്കലും ഈ ഒരു അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞിരുന്നത് ഇതെന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർക്ക് നേടിയെടുത്തു, അത്രയേ ഉള്ളൂ, അല്ലാതെ എക്സ്പെർട്ട് കളിക്കാരായിട്ടൊന്നുമല്ല ഇന്ത്യ നേടിയത്. ഇത് അവരുടെ ഒരു പൂച്ചഭാഗ്യം എന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവർക്ക് കിട്ടി എന്ന് മാത്രം പറഞ്ഞു. അങ്ങനെ ഇന്ത്യ കപ്പുമായി സന്തോഷത്തോടെ ഭാരതത്തിൽ വന്നു, റിസപ്ഷൻ നടന്നു, എല്ലാം നടന്നു. ഉടനെ ICCയുടെ അടുത്ത് വെസ്റ്റ് ഇൻഡീസ് ഒരു റിക്വസ്റ്റ് നടത്തി, ഞങ്ങൾക്ക് ഇന്ത്യയുമായിട്ട് ഒന്നും കൂടെ കളിക്കണം, ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരികയാണ് കളിക്കാനായിട്ട് എന്ന്. വാസ്തവത്തിൽ സാധാരണഗതിയിൽ അവർ കളിക്കാൻ വരുമ്പോൾ ഇന്ത്യയിലേക്ക് എല്ലാ പ്ലേയേഴ്സും വരാറില്ല. വലിയ കളിക്കാർ, ചെറിയ പിള്ളേർ, അവരോടെന്ത് കളിക്കാൻ എന്നായിരുന്നു ഇന്ത്യ ക്രിക്കറ്റിനെ കുറിച്ചുള്ള അന്നത്തെ വിചാരം ഉണ്ടായിരുന്നത് തന്നെ. പക്ഷേ അന്ന് തോറ്റു കഴിഞ്ഞ ശേഷം എല്ലാ എക്സ്പേർട്സും കൂടി ഭാരതത്തിലേക്ക് വന്നു ഇന്ത്യയുമായിട്ട് കളിക്കാൻ. ആദ്യം അവർ 6 വൺഡേ മാച്ചുകൾ നടത്തി. 6ഉം വെസ്റ്റ് ഇൻഡീസ് ജയിച്ചു. 6-0, ഇന്ത്യക്ക് 0. അവർ ഫുൾ നേടിയെടുത്തു. എല്ലാ പത്രങ്ങളും ഇന്ത്യൻ പത്രങ്ങളടക്കം പറയാൻ തുടങ്ങി, തീർച്ചയായിട്ടും എന്തോ ഭാഗ്യം കൊണ്ട് അന്ന് കപ്പ് ഇന്ത്യക്ക് കിട്ടിയെന്നേ ഉള്ളൂ, ഇന്ത്യൻ കളിക്കാർ അത്രയും പ്രഗത്ഭരല്ല എന്നതായിട്ടുള്ള ന്യൂസ്. വീണ്ടും പറഞ്ഞു ടെസ്റ്റ് മാച്ച് നടത്താൻ വേണ്ടി. ആദ്യത്തെ ടെസ്റ്റ് മാച്ചിൽ 3 ദിവസം കൊണ്ട് തന്നെ കളി അവസാനിപ്പിച്ചു. ഇന്ത്യ അതിലും തോറ്റുപോയി. ഇത്രയും തോൽവിയിൽ താഴേക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ ക്രിക്കറ്റ് കൗൺസിൽ ഒരു കൗൺസിലിംഗ് വെച്ചു ഇന്ത്യൻ കളിക്കാർക്ക്. മാൽക്കം മാർഷൽ അത്ര എക്സ്പേർട്ടായിരിക്കുന്ന ബൗളറാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പേർട്ടായിരിക്കുന്ന കളിക്കാരനാണ് സുനിൽ ഗവാസ്കർ. അതുകൊണ്ട് യാതൊരു ടെൻഷനും ഇല്ലാതെ പോകാൻ അവർ അത്രയും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം അടുത്ത ടെസ്റ്റ് മാച്ചിന് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ കളിയിൽ തന്നെ സുനിൽ ഗവാസ്കർ 4 അടിച്ചു അദ്ദേഹത്തിൻ്റെ ബൗളറിൽ നിന്ന്. മാൽക്കം മാർഷൽ തൻ്റെ ഡയറിയിൽ എഴുതി, ഇന്നു മുതൽ ഇന്ത്യൻ ചരിത്രം മാറി മറിഞ്ഞിരിക്കുന്നുവെന്ന്. അതേ എക്സ്പെർട്ടായിരിക്കുന്ന വെസ്റ്റ് ഇൻഡീസ് കളിക്കാർ, അതേ ഇന്ത്യക്കാർ ഇന്ത്യൻ നാട്ടിൽ, നമ്മുടെ നാട്ടിൽ തന്നെ വെസ്റ്റ് ഇൻഡീസിന് അനുകൂലമായിരിക്കുന്ന തരംഗങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ കൗൺസിലിങ്ങിലൂടെ ആറ്റിറ്റ്യൂഡ് മാറി, ഉടനെ അന്തരീക്ഷം മാറി മറിഞ്ഞു. ഇന്ത്യൻ ചരിത്രം തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കുന്ന സംഭവമായിട്ടത് മാറി. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എത്ര തന്നെ തോൽവികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഒരു തോൽവി കഴിഞ്ഞ ശേഷം അടുത്ത തോൽവി വരുമ്പോൾ രണ്ടാമത്തെ തോൽവിനെ വിളിച്ചു വരുത്തുന്നത്, ആദ്യത്തെ പ്രാവശ്യം തോൽക്കുന്നത് ആക്സിഡൻ്റൽ ആയിരിക്കാം, രണ്ടാമത്തെ പ്രാവശ്യം തോൽവിനെ ആവാഹിക്കുന്നത് നമ്മൾ തന്നെയായിരിക്കും. ഒരു കാര്യത്തിൽ തോറ്റു കഴിയുമ്പോൾ മനസ്സിൽ പേടി വരാൻ തുടങ്ങും, ഭയം വരാൻ തുടങ്ങും. എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് അങ്ങനെയല്ലേ ആയത്, അതുകൊണ്ട് ഇനിയും അങ്ങനെ ആയേക്കാം. ഇങ്ങനെയുള്ളതായിരിക്കുന്ന നിരവധി ചിന്തകൾ നമ്മളോട് യുദ്ധം ചെയ്യാൻ തുടങ്ങും. ആ മനോഭാവമാണ് നമ്മൾ ആദ്യം നമ്മുടെ ജീവിതത്തിൽ തോൽപ്പിക്കുക. അതുകൊണ്ട് മാറ്റേണ്ടത് മറ്റൊന്നും തന്നെയല്ല, മനോഭാവത്തെയാണ്. എത്ര തന്നെ തോൽവി സംഭവിക്കുമ്പോഴും ആ തോൽവിയിൽ നിന്ന് ഏത് പാഠമാണോ പഠിക്കേണ്ടേ അതിനെ നന്നായിട്ട് പഠിക്കുകയും മുന്നോട്ട് പോകാനുള്ളതായിരിക്കുന്ന പ്ലാൻ എന്തെന്ന് പ്ലാൻ ചെയ്യുകയും അതിന് വേണ്ടതായിരിക്കുന്ന എല്ലാ രീതിയിലും സ്റ്റഡി നടത്തി പ്ലാൻ ചെയ്ത് ചിന്തിച്ച് മനനം ചെയ്ത് അതിൽ വരാൻ സാധ്യതയുള്ളതായിരിക്കുന്ന എന്തെല്ലാം ബ്ലോക്കുകളുണ്ടോ, ബാരിയർ ഉണ്ടോ, അതിനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിജീവിക്കാനുള്ള ഊർജം അത് നമ്മൾ തന്നെയാണ് നേടിയെടുക്കേണ്ടത്. നമ്മുടെ മനോഭാവത്തിൽ നിന്ന് ഊർജം ജനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര തോറ്റാലും അവസാനം നിങ്ങൾ ലോകത്തിൻ്റെ സക്സസ് ആവുക തന്നെ ചെയ്യും. 100 കണക്കിന് ഉദാഹരണങ്ങൾ ഇന്നത്തെ ലോകത്ത് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. എത്രയോ തവണ തോറ്റിട്ടും സ്പേസ് എക്സിൻ്റെ ഓണർ എലോൺ മസ്കിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോ ഇട്ടുണ്ടായി, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും.
കടത്തിൻ്റെ മാക്സിമത്തിലെത്തിയ ശേഷം അവിടെ നിന്ന് ഏറ്റവും ഹൈറ്റ്സിലേക്ക് കുതിച്ച ആളായിരുന്നു അദ്ദേഹം. ഇങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ നമുക്ക് കാണാനുണ്ട്. പക്ഷേ ആ അനുഭവങ്ങൾ കാണുമ്പോൾ അതൊക്കെ അവർക്ക് പറഞ്ഞിട്ടുള്ളതാണ്, നമുക്കുള്ളതല്ല എന്ന് വിചാരിക്കരുത്. തൻ്റെ തോൽവികളെ വിജയത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഏതൊരാൾ നിരന്തരമായി പരിശ്രമിക്കുന്നു, പഠിക്കുന്നു, മനോഭാവത്തിൽ മാറ്റം വന്നുകൊണ്ട് വീണ്ടും 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 പരിശ്രമിക്കുന്നുണ്ടോ അവർ തീർച്ചയായിട്ടും വിജയത്തിലെത്തിയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരൊറ്റ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, വിജയത്തിലെത്തും മുന്നേ എത്ര പ്രാവശ്യം നമുക്ക് തോൽക്കാം എന്ന് ഉത്തരം കണ്ടെത്തിക്കോളെ. നിങ്ങൾ എത്ര പ്രാവശ്യം നമുക്ക് തോൽക്കാം? 1 പ്രാവശ്യമാവാം, 2 പ്രാവശ്യമാവാം, 3 പ്രാവശ്യമാവാം. പിന്നെയും തോറ്റുകൊണ്ടിരുന്നാലോ? ചിന്തിക്കേണ്ട കാര്യമില്ല. തോമസ് എഡിസൺ നമ്മുടെ മുന്നിൽ പക്ക ഉദാഹരണമാണ്. 1000-ലധികം തവണ തോറ്റിട്ടും തൻ്റെ തോൽവിയെ സ്വീകരിക്കാതെ നിരന്തരം പരിശ്രമിച്ചത് കൊണ്ടാണ് ഇത്ര വെളിച്ചം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തോൽക്കുക എന്നത് ഒരിക്കലും ഒരു വലിയ തെറ്റല്ല. പക്ഷെ തോൽവിയെ സമ്മതിച്ചുകൊണ്ട് ഇരുന്നുവെങ്കിൽ അത് നമ്മുടെ തെറ്റായിട്ട് മാറും. അതുകൊണ്ട് ഒരിക്കലും തോൽവി സമ്മതിക്കരുത്. മനസ്സുകൊണ്ട് തോൽക്കാതിരുന്നാൽ നമ്മളെ തോൽപ്പിക്കാനായിട്ട് ആർക്കും സാധ്യമല്ല. മനോഭാവത്തെ ശക്തിശാലിയാക്കി മാറ്റുക, വീണ്ടും 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 പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ മനോഭാവത്തിൽ പോസിറ്റിവിറ്റി നിറയ്ക്കണം. എന്ത് തന്നെ സംഭവിച്ചോട്ടെ അതൊന്നൊക്കെ തന്നെ എനിക്ക് അതിജീവിക്കും ഞാൻ, സ്വന്തമാക്കും ഞാൻ എന്നതായിട്ട് ദൃഢനിശ്ചയം നിങ്ങൾക്കുണ്ടോ? എന്തിനും അതിജീവിക്കാം, എല്ലാത്തിനും നല്ലതിലേക്ക് മാറ്റാം. ജീവിതം സന്തോഷവും സുഖവും നിറഞ്ഞതാക്കി മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ. എല്ലാ വെല്ലുവിളികളെയും ഏറ്റവും നല്ല വിജയത്തിലേക്ക് കുതിക്കാനുള്ളതായിരിക്കുന്ന ഇന്ധനമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.